ഗായ്സ്, അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഞാൻ ലക്ഷദ്വീപിലേക്ക് പോയെന്നാണ്. ഫസ്റ്റായിട്ട് ലക്ഷദ്വീപിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കണം. അതും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആധാരം വെച്ചിട്ടാണ് നമ്മൾ പെർമിറ്റിന് അപ്ലൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഷിപ്പിലേക്ക് ടിക്കറ്റ് എടുത്തിട്ടാണ് ലക്ഷദ്വീപ് പോകുന്നത്. ഒരു വാലിഡ് പെർമിറ്റും അതേപോലെ തന്നെ ഷിപ്പിൻ്റെ ടിക്കറ്റും ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിൽ നിന്നുള്ളവർക്ക് ലക്ഷദ്വീപിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഈ ഒരു ട്രിപ്പിൽ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടിങ് യൂസ് ചെയ്തു. അതായത് വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ പോയത് ഞാൻ സ്കൂട്ടറിലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് കലവൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ട്രെയിനിൽ പോയി. അവിടുന്ന് എറണാകുളത്ത് നിന്ന് വില്ലിംഗ്ടൺ ഐലൻഡിലേക്ക് ഒരു റാപ്പിഡോയിൽ ഒരു ഓട്ടോ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. അവിടെ സ്കാനിങ് സെൻറ്ററിൽ നമ്മുടെ പെർമിറ്റും കാര്യങ്ങളെല്ലാം ചെയ്ത് ലഗേജ് സ്കാൻ ചെയ്തതിന് ശേഷം അവിടുന്ന് അവർ നമ്മളെ ഒരു ബസ്സിൽ മട്ടാഞ്ചേരി പോർട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്നാണ് നമ്മൾ ഷിപ്പിൽ കയറി പോകുന്നത്. അവിടുന്ന് MV ലഗൂൺസ് എന്നായിരുന്നു ഞാൻ കയറിയ ഷിപ്പിൻ്റെ പേര്. ടോട്ടൽ ബങ്കർ ക്ലാസും പിന്നെ അതേപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് ക്യാബിനും സെക്കൻഡ് ക്ലാസ് ക്യാബിനും ഉണ്ട്. പിന്നെ 2 മെസ് ഹാൾസ് ഉണ്ട്. ഒരെണ്ണം ബങ്കർ ക്ലാസ്സിനും പിന്നെ ഒരെണ്ണം ഫസ്റ്റ് ക്ലാസ്സിനും. പക്ഷേ നിങ്ങൾക്ക് ഏത് മെസ് ഹാളിൽ വേണമെങ്കിലും കയറി പോയി ഫുഡ് കഴിക്കാവുന്നതാണ്. ഫുഡെല്ലാം ഭയങ്കര അഫോർഡബിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും വലിയ അതായത് അപ്പർ ഡെക്കിൽ നന്നായിട്ട് കാഴ്ചകൾ കാണാനും അതേപോലെ തന്നെ സീ വ്യൂ ഒക്കെ കിട്ടുന്ന നല്ല സൂപ്പർ സ്പോട്ടുണ്ട്. ഞാൻ അവിടെ പോയി ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തതാണ്.